എല്ലാവർക്കും നമസ്കാരം. നാലാം ഭാവാധിപതി അഞ്ചിൽ നിന്നാലുള്ള ഫലമാണ് പറഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നാലാം ഭാവാധിപതി അഞ്ചിൽ നിന്നാൽ ദൈവിക പുരാണപരമായ കാര്യങ്ങളിൽ അറിവുള്ളവർ കുടുംബത്തിൽ ഉണ്ടായിരിക്കും, ആചാര്യന്മാർ. അങ്ങനെ നാലാം ഭാവാധിപതി ആറിൽ നിന്നാൽ കുടുംബത്തിൽ ദാരിദ്ര്യം, വിദ്യാഭ്യാസക്കുറവ്, മാതാവിന് അസുഖം, കുടുംബക്ഷയം, വാഹന അപകടം, ധനനഷ്ടം എന്നിവ. നാലാം ഭാവാധിപതി ഏഴിൽ നിന്നാൽ വിദ്യ, ധനം, ഗ്രഹലാഭം, കൂടാതെ മുറപ്പെണ്ണിനെ വിവാഹം ചെയ്യാനുള്ള യോഗം, പ്രേമവിവാഹത്തിന് യോഗം, സന്തുഷ്ടമായ കുടുംബം, നല്ല ബന്ധം. നാലാം ഭാവാധിപതി എട്ടിൽ നിന്നാൽ സ്ഥിരരോഗിയായിരിക്കുമെന്നാണ്. മാതൃസുഖം കുറയും, ശത്രുക്കൾ കൂടുതൽ, കുടുംബത്തിൽ അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ, കുടുംബത്തിൽ ആത്മഹത്യ, മരണങ്ങൾ ഫലം. ഇങ്ങനെ നാലാം ഭാവാധിപതി ഒൻപതിൽ നിന്നാൽ ഭാഗ്യമുള്ള കുടുംബം, ദൈവീകത്വം, ജനസമ്മതൻ, സന്തോഷം, ധനപ്രാപ്തി, നല്ല വിദ്യ, പിതാഭക്തി, ഭാഗ്യവാൻ, ആചാര്യന്മാരുള്ള കുടുംബം, പുരാണ വിഷയങ്ങളിൽ അറിവ്, സഞ്ചാരി ആയിരിക്കും എന്നിങ്ങനെയാണ്. നാലാം ഭാവാധിപതി പത്തിൽ നിന്നാൽ സൽക്കർമ്മം ചെയ്യാൻ, പാരമ്പര്യ തൊഴിൽ ചെയ്യും, കുടുംബ സംബന്ധമായ തൊഴിൽ, സർക്കാർ വഴി നേട്ടങ്ങൾ, ജോലി, സുഖജീവിതം നയിക്കും. നാലാം ഭാവാധിപതി 11 നിന്നാൽ സ്വയപ്രയത്നത്താൽ ഉണ്ടാക്കിയ ധനത്തോടു കൂടിയവനും പിതൃഭക്തിയും ആരോഗ്യവും ധനവും ദീർഘായുസ്സും ഉള്ളവനുമായിരിക്കും, ധർമ്മിഷ്ഠനുമായിരിക്കും. നാലാം ഭാവാധിപതി 12 നിന്നാൽ അനാഥൻ, അന്യദേശവാസി, ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ, കുടുംബ മഹിമ ഇല്ലാത്തവൻ. അപ്പം ഇങ്ങനെയാണ് നാലാം ഭാവാധിപതി 12 ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.